നമസ്കാരം. നമ്മുടെ പോലീസുകാർക്ക്, കേരളത്തിലെ പോലീസുകാർക്ക് ഒരു കാലത്ത് വലിയൊരു പേരുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും കുറ്റമറ്റ, ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കുറ്റാന്വേഷണ സംവിധാനം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതിന് കാരണമുണ്ട്. എത്ര വലിയ കേസാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഈ പരിമിതമായ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട്, ഇന്നത്തെ കാലത്താണ് മൊബൈൽ ഫോണൊക്കെ ഉള്ളത്, നിങ്ങൾക്കറിയാലോ. ആ പരിമിതമായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവർ തെളിയിക്കാൻ മിടുക്കരായിരുന്നു. പക്ഷെ ഒന്നുണ്ട്, അന്ന് രാഷ്ട്രീയ അതീതമായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇന്നതല്ല അവസ്ഥ. ഇന്ന് ഗുണ്ടകളായി മാറിയിരിക്കുന്നു. രാഷ്ട്രീയം കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിയായി, പിന്നെ അവർക്ക് യൂണിയനായി, ഗുണ്ടകൾ, പോലീസ് ഗുണ്ടകളായി മാറിയിരിക്കുന്നു. പഴയ പോലീസ് അല്ല ഇപ്പോൾ ഉള്ളത്. അതിനുള്ള തെളിവുകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുറത്തുകൊണ്ടുവരുന്നത്. കുന്നംകുളത്തെ ആ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്ന ശേഷം, സുജിത്തിനെ മർദ്ദിച്ച ആ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്ന ശേഷം പുറത്തേക്ക് വരുന്നിട്ടുള്ള ദൃശ്യങ്ങൾ അതിഭീകരമാണ്. ഇത് ഇന്നിപ്പോ പുറത്തു വരുന്ന ഒരു വിവരം, ആലപ്പുഴ പുന്നപ്പറയിൽ ഒരു കുറവൻതോട് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് അവിടെ CPI കോൺഗ്രസ് സംഘർഷം നടക്കുന്നു. ജനുവരി 30 നടക്കുന്ന സംഭവം. ഈ കഴിഞ്ഞ ജനുവരി 30 അവർ തമ്മിൽ അടിയോ പിടിയോ എന്തൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയിലേക്ക് പോലീസ് വന്നു കയറി മർദ്ദിക്കുന്നു. ഈ മർദ്ദനത്തിനിടയിൽ ഒരു സാധു ഷാഫി, മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന ഒരു ഹൃദ്രോഗിയുണ്ട്. ആ ഹൃദ്രോഗിയെ മർദ്ദിക്കുന്നത് കണ്ടിട്ട് അതുവഴി യാത്ര ചെയ്യായിരുന്ന ഒരു നിയാസും ഒരു സുഹൃത്തുക്കളും ചെന്നിട്ട്, അത് ഹൃദ്രോഗിയാണ്, അയാളെ തല്ലരുത് എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ, നീ ആരടാ അത് പറയാൻ? പിന്നെ അറിയാലോ നമുക്ക് പോലീസിന്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ പിന്നെ നിയാസിന്റെ മേലായി പിന്നെ അടുത്ത കുതിരകയറ്റം. നിയാസിനെ മർദ്ദിക്കുന്ന ആ സമയം മുതൽ ജീപ്പിൽ കയറ്റി മർദ്ദിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നവരെയുള്ള മുഴുവൻ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ചാനലുകൾ അത് പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അതിക്രൂരമായാണ് മർദ്ദിക്കുന്നത്. അതായത് പോലീസുകാരെന്ന് പറയുന്നത് ഇന്ന് ഗുണ്ടകളായി മാറിയേക്കാണ്. ഗുണ്ട സ്റ്റേഷൻ എന്നെഴുതി വെക്കുന്നതാണ് നല്ലത്. പോലീസ് സ്റ്റേഷൻ എന്ന് മാറ്റണം. അതിനിടയിൽ കുറെ നല്ല പോലീസുകാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് അവരെ മാത്രം മാറ്റിയിട്ട് മറ്റെവിടെയെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് വെച്ചോട്ടെ, അല്ലെങ്കിൽ തമിഴ്നാട്ടുകാർ പറയുന്ന പോലെ കാവൽ നിലയെന്ന് വെച്ചോട്ടെ. ഇത് ഗുണ്ടകളാ, പക്കാ ഗുണ്ടകളാണ്. കാരണം ഒരാളെ മർദ്ദിക്കുക, ഇനി അയാൾ എന്തെങ്കിലും കുറ്റം ചെയ്തു എന്ന് തന്നെ കരുതുക, ഇങ്ങനെ മർദ്ദിച്ച് തലയ്ക്കൊക്കെ അടിച്ച് വലിച്ചടിച്ച് കൊണ്ടുപോയി വണ്ടിയിൽ കയറ്റി അവിടെ നിന്നും മർദ്ദിച്ച് പിന്നെ പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ നിന്നും മർദ്ദിച്ച്, ഇങ്ങനെ ജനങ്ങളെ മുഴുവൻ മർദ്ദിച്ച് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തി, അവരുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തി, നട്ടല്ലൊടിച്ച് അവരെ എന്താ പറയാ, ഈ സമൂഹത്തിൽ പിന്നെ തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടി മാത്രം ഈ ഗുണ്ടകളാണോ ഇത്? ഇവരെ ആരാണ് ഇങ്ങനെ കയറൂരി വിട്ടേക്കുന്നത്? കള്ളക്കേസുകൾക്ക് ഒരു പഞ്ഞവും ഇല്ല ഇവിടെ. കാരണം അനങ്ങിക്കഴിഞ്ഞ കള്ളക്കേസാണ്. പിന്നെ അതിനാദ്യം എടുക്കുന്നത് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, എന്താണ് സംഭവിക്കാത്തത് അത് മുഴുവൻ പറയും. അത് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. എനിക്കിത് നേരിട്ട് അനുഭവമുണ്ട്. എനിക്കൊരു വിഷയം വരുന്നതിന് മുമ്പ് വരെ ഞാൻ ഈ പോലീസിനെതിരെ വരുന്ന ആരോപണങ്ങളും മറ്റു കാര്യങ്ങളും ആ രീതിയിൽ ഞാൻ വിശ്വസിച്ചിരുന്ന ഒരാളല്ല. പക്ഷേ എനിക്കൊരു അനുഭവം വന്ന ശേഷം എന്റെ റൈറ്റ്സ് വയലേറ്റ് ചെയ്ത അന്ന് എനിക്ക് മനസ്സിലായി ഇവരുടെ സ്വഭാവം എന്താണെന്നുള്ളത്. ഞാൻ പോലീസിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെന്ന് ചിന്തിക്കണം. കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ ഞാൻ മാത്രമാണ് പോലീസ് പ്രതിസ്ഥാനത്ത് വരുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ മാത്രം. എവിടെയെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് ചിലർ എന്നെ കോണ്ടാക്ട് ചെയ്യും, ചില കേസിൽ ഞാൻ കോണ്ടാക്ട് ചെയ്യും. അങ്ങനെയുള്ള കേസിൽ ഒരു കേസിൽ പോലീസുകാർ ഒരു കള്ളക്കേസിലെ പ്രതിയായി. ഒരു പോലീസ് സ്റ്റേഷനിലെ 3 പോലീസുകാർ ഒരാളെ തല്ലിക്കൊന്നു, അടിച്ചു കൊന്നു, മർദ്ദിച്ചു കൊന്നു എന്ന കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആ സന്ദർഭത്തിൽ ആ പോലീസുകാർ മർദ്ദിച്ചു കൊന്നിട്ടില്ല എന്നും ആ യുവാവ് ആത്മഹത്യ ചെയ്തതാണ് എന്നും അയാളെ മർദ്ദിച്ചിട്ടില്ല എന്നും ഞാൻ തെളിയിച്ചതാണ്. ഞാൻ തെളിയിച്ച് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്ത് 2 മണിക്കൂറിനുള്ളിലാണ് എന്നെ പോലീസ് പിടിച്ചത്. മനസ്സിലാക്കണേ. അതിനുശേഷമുള്ള മണിക്കൂറുകൾ പോലീസ് എങ്ങനെയാണ് എന്നോട് പെരുമാറിയെന്നവർക്കറിയാം. ഈ വീഡിയോ കണ്ട പോലീസുകാരാണ് എന്നോട് പെരുമാറിയത്. ഞാൻ കാണിച്ചു കൊടുത്തു, നിങ്ങൾ എന്നോട് ഇങ്ങനെ തന്നെ പെരുമാറണം. അവരുടെ മൊബൈലിൽ ഞാൻ ആ വീഡിയോ കാണിച്ചു കൊടുത്തു. അത് കണ്ടിട്ടാണ് സംഗതിയൊക്കെ ശരി. നമുക്ക് നമ്മുടെ വർഗ സ്വഭാവം കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ അതിന്റെ അർത്ഥത്തിൽ ഞാൻ പറയുന്നു, പോലീസുകാർ, നല്ലൊരു ശതമാനം പോലീസുകാർ, വളരെ ചെറിയ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ പോലീസുകാരായിട്ട് നിലകൊള്ളുന്നത്. ബാക്കിയുള്ള ബഹുഭൂരിപക്ഷവും ഗുണ്ടകൾ തന്നെയാണ്, ഒരു സംശയമില്ല. അവർ ചിരിക്കുന്നുണ്ടാവും, നമ്മുടെ തോളത്ത് കൈതിടുന്നുണ്ടാവും, എല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെ തട്ടി വഴിക്കാക്കി ഒരൊറ്റ തട്ടം കൊണ്ട് തട്ടും, എന്നിട്ട് അവർ മാറും. അങ്ങനെയാണ് അവർ ശീലമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ മർദ്ദന ദൃശ്യം കണ്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോവാണ്. എങ്ങനെയാണ് സുജിത്തിനെ മർദ്ദിച്ചത് അതുപോലെ തന്നെ അത് ക്രൂരമായി മർദ്ദിക്കാണ്. എവിടെന്നൊന്നുമില്ല. ഇയാളൊരു വൃക്കരോഗിയാണെന്ന് മനസ്സിലാക്കണം. ഇയാൾ പറയുന്നുണ്ട്, ഞാൻ വൃക്കരോഗിയാണ്, എനിക്ക് മെഡിസിൻ കഴിക്കാനുള്ളതാണ്. അപ്പോ യാതൊരു പരിശോധനയും കൂടാതെ വേദന സംഹാരിയൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ്, അങ്ങ് തിന്നാൻ പറയാണ്. ഒരു വൃക്കരോഗിക്ക് അങ്ങനെ തിന്നാൻ പറ്റുമോ? അപ്പൊ അതൊന്നും ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഒന്നുമില്ല. നിയാസിനെ ക്രൂരമായി മർദ്ദിക്കുന്നത് അറിഞ്ഞ്, കസ്റ്റഡിയിൽ എടുത്തത് അറിഞ്ഞ്, നിയാസ് നിരപരാധിയാണെന്നും കസ്റ്റഡിയിൽ എടുത്തവർ നിരപരാധികളാണ് എന്ന് പോലീസിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച ഒരു യുവാവുണ്ട്.
ആ യുവാവിനെതിരെയും കള്ളക്കേസ് എടുത്തു, എന്നിട്ട് ജയിലിലടച്ചു. ആ യുവാവ് ചോദിച്ചു, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ, ഇത് നിരപരാധിയല്ലേ, നിങ്ങൾ നിരപരാധികൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ഞങ്ങളെ കൊടി നീ അഴിക്കൂടാ. അപ്പൊ CPI കാരനാണ് ആ പോലീസ് എന്നാണ് മനസ്സിലാകുന്നത്. ഇവിടുത്തെ CPI കോൺഗ്രസ് സംഘർഷമായിരുന്നത് കൊണ്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ് ആ പോലീസുകാരൻ എന്നാണ് മനസ്സിലാകുന്നത്. യൂണിഫോമിനുള്ളിലും ആ ചുവപ്പിന്റെ നിറം അങ്ങോട്ട് കെട്ടിട്ടില്ല. ഇയാൾ ചോദിച്ചത്രേ, നിങ്ങൾക്ക് ശമ്പളം തരുന്നത് പാർട്ടിയാണോ അതോ സർക്കാരാണോ, ജനങ്ങളാണോ, ഞങ്ങളാണോ? ആ ചോദ്യം ഏമാനെ പിടിച്ചിട്ടില്ല. ഏതൊരു പൗരനും ചോദിക്കേണ്ട ചോദ്യമാണ്. ഒരു പോലീസുകാരൻ അത് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ പോലീസുകാരനോട് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണത്. ആ ചോദ്യം ചോദിച്ച കാരണത്താൽ 3-ാം പ്രതിയായി അയാൾ മാറി അകത്തുപോയി. അതായത് പോലീസുകാർക്ക് കുരു പൊട്ടിക്കഴിഞ്ഞാൽ, അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ആരുടെ ജീവിതം കൊളന്തോണ്ടാൻ കഴിയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പുറത്തിന് ഇപ്പൊ നമുക്ക് എന്താണ് വരാൻ പോണെന്ന് അറിയില്ല. നേരത്തെ പിടിച്ച് അകത്തിട്ട് പരിചയമുള്ളത് കൊണ്ടും ഇന്ന് അതിനെതിരെ നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടും നമുക്കതൊരു പുത്തരിയുമല്ല. ആലപ്പുഴ പുന്നപ്രയില് ജനുവരി 30-ന് നടന്ന ഈ സംഭവം, അതിനുശേഷം അവർ പോലീസ് അതോറിറ്റികൾ, അവരുടെ മേലധികാരികൾ ഒക്കെ കയറി ഇറങ്ങി ഇത്തരത്തിൽ അന്യായമായി കസ്റ്റഡിയിലെടുത്തതും അന്യായമായി മർദ്ദിച്ചതും. കസ്റ്റഡിയൊക്കെ പോലീസിന് അന്വേഷണ സംശയം ഉണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ കസ്റ്റഡിയിലെടുക്കാൻ ചോദ്യം ചെയ്യുകയൊക്കെ വേണ്ടിവരും. പക്ഷെ അത് ക്രൂരമായി മർദ്ദിച്ചതും ജയിലിൽ അടച്ചതുമോ അതിനൊക്കെ എതിരെ കേസിന് പോയിട്ട് ഒരു മാർഗമില്ല. ഇപ്പൊ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിട്ട് കാത്തുക്കാണ്. അതായത് ഇവിടെ പോലീസ് സംവിധാനം ഉണ്ട്, ആ പോലീസിനെ ഭരിക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ട്. പോലീസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്ത ഒരു ആഭ്യന്തരമന്ത്രിയും ഈ നാട്ടിലെ ജനങ്ങൾക്ക് എങ്ങനെ സുരക്ഷ കൊടുക്കണം എന്നറിയാത്ത ഒരു മുഖ്യമന്ത്രിയും ഉള്ള ഒരു നാടാണ്. ആ നാട്ടിൽ അത്തരം ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ ജനങ്ങൾ മറ്റെന്താണ് പ്രതീക്ഷിക്കേണ്ടത്? Different angles. Don't forget to subscribe and support this channel.